വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന മിഷൻ ബെല്ലൂർ മഗ്ന 5-ാം നാള്. ആദ്യ സംഘം കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. കാട്ടാനയെ പിടികൂടാനുള്ള തിരച്ചിലിൽ സംഘത്തിൽ നാട്ടുകാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടാന ഇന്നലെ രാത്രി കർണാടക അതിർത്തിയിലേക്ക് നീങ്ങിയെങ്കിലും തിരിച്ചു സഞ്ചരിക്കുകയാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൃഷ്ണപ്രിയ, 4 ദിവസമായി പരാജയപ്പെട്ട കാട്ടാനെ പിടികൂടാനുള്ള ദൗത്യം 5-ാം ദിവസവും പ്രതീക്ഷയോടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ദൗത്യസംഘത്തിലെ ആദ്യ സംഘം നിലവിൽ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ ആനയെ പിടികൂടാനുള്ള തിരച്ചിലാണ് നിലവിൽ നടത്തുന്നത്. ഈ തിരച്ചിലിൽ ആനയെ കണ്ടെത്തുകയാണെങ്കിൽ കുങ്കിയാനികളെ ആ സ്ഥലത്തേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ മയക്കുവെടി സംഘത്തെയും ആ സ്ഥലത്തേക്ക് എത്തിക്കും. അതോടൊപ്പം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി കൂട്ടിച്ചേർക്കാനുള്ളത് കാട്ടാനെ പിടികൂടാനുള്ള തിരച്ചിലിൽ തിരഞ്ഞെടുത്ത നാട്ടുകാരെയും ഉൾപ്പെടുത്തും. കാരണം ഈ പ്രദേശത്തെ കുറിച്ച് അറിയാവുന്ന ആ നാട്ടുകാരുണ്ട്. ഈ കാടിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന നാട്ടുകാരെയാണ് നിലവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 4 പേരെയാണ് തിരഞ്ഞെടുത്ത് ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കുക. കാരണം മുൻപെല്ലാം ഈ ആന നിൽക്കുന്ന പ്രദേശത്തെ കുറിച്ച് നാട്ടുകാർ വിവരം നൽകിയെങ്കിലും ആ സ്ഥലത്തെ എത്തുവാൻ വനംവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഫലമായാണ് നിലവിൽ തിരഞ്ഞെടുത്ത 4 പേരെ കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കുന്നത്. അതോടൊപ്പം കാട്ടാന ഇന്നലെ സിഗ്നൽ ലഭിച്ചത് രാത്രിയോടെ ഈ കർണാടക അതിർത്തിയിലേക്ക് സഞ്ചരിച്ചു എന്നാണ്. പക്ഷേ ഇന്ന് രാവിലെയോടെ വീണ്ടും ഇത് കേരളത്തിന്റെ അതിർത്തിയിലേക്ക് എവിടെയാണോ ഇന്നലെ നിന്നത് ആ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും എത്തുകയാണ്. അതോടൊപ്പം ഇന്നലെ പുറത്തു വന്ന ഈ ദൃശ്യങ്ങളുണ്ട്, ഡ്രോൺ ദൃശ്യങ്ങളുണ്ട് വനംവകുപ്പ് അധികൃതരുടെ. ആനയെ പിടികൂടാനുള്ള ആദ്യ സംഘം കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. കാട്ടാനയെ പിടികൂടാൻ തിരച്ചിലിൽ സംഘത്തിൽ നാട്ടുകാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത്.